നമസ്കാരം. നമ്മുടെ ഈ അവകാശങ്ങൾ പലതും നിഷേധിക്കുന്ന ഈ കാലത്ത് മനുഷ്യാവകാശത്തിൻ്റെ പ്രസക്തി ദിനംപ്രതി ഏറി വരികയാണ്. അപ്പോൾ എവിടെ നോക്കിയാലും പ്രശ്നങ്ങൾ. മറ്റുള്ളവരുടെ ജീവിക്കാനുള്ള അവകാശത്തെ, സ്വാതന്ത്ര്യത്തെ, മാന്യതയെ എങ്ങനെ ഇല്ലാതാക്കാം എന്നാണ് പലരും ചിന്തിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം അവകാശ ലംഘനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിനും ജനങ്ങളെ ഇത് സംബന്ധിച്ച് ബോധവൽക്കരിക്കാനും ഐക്യരാഷ്ട്രസഭയും ഇന്ത്യ അടക്കമുള്ള അംഗരാജ്യങ്ങളും പരമാവധി കിണഞ്ഞു ശ്രമിക്കുകയാണെങ്കിലും മനുഷ്യർക്ക് നേരെയുള്ള ഇത്തരം അവകാശ ലംഘനങ്ങൾ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മുടേത് എന്നതിനേക്കാൾ മറ്റുള്ളവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നാം ബാധ്യസ്ഥരാണ്. ഉദാഹരണം, ഇല്ലാത്തവർക്ക് ആഹാരം പങ്കിടുക, നടന്നു പോകാൻ വഴിസ്ഥലമില്ലെങ്കിൽ അത് നൽകുക. അതായത് മറ്റുള്ളവർക്ക് എന്തൊക്കെയുണ്ട് എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ മറ്റുള്ളവർക്ക് എന്തില്ല എന്ന് അന്വേഷിക്കുന്ന ഒരു അയൽക്കാരനെയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഭൂമിയിൽ എല്ലാവർക്കും തുല്യ അവകാശങ്ങളാണ്. എല്ലാവർക്കും അവകാശമുണ്ട്. നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലെങ്കിൽ, സ്കൂളിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ, ആരെങ്കിലും അന്യായമായി അടിച്ചാൽ പരാതി പറയാൻ കഴിയില്ലെങ്കിൽ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ മനുഷ്യജീവിതം കഠിനമായിരിക്കും. അപ്പോഴാണ് നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചു തുടങ്ങുക. അതുകൊണ്ട് മനുഷ്യാവകാശത്തെക്കുറിച്ച് അല്പമെങ്കിലും മനസ്സിലാക്കിയാലേ മറ്റുള്ളവരുടെ അവകാശം നിങ്ങൾക്കും സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതേക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പഠന പ്രവർത്തനങ്ങളും ഇതോടൊപ്പം തന്നെ ഞാൻ തുടങ്ങുന്നതാണ്. അതിനുവേണ്ടി കാത്തിരിക്കുക. ബൈ.